NREG വർക്കേഴ്സ് യൂണിയൻ ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസ് ഉപരോധിച്ചു. This news is brought to you by RJ Gold JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ. തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്നും പദ്ധതിയെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് NREG വർക്കേഴ്സ് യൂണിയൻ ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം P. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സമീപനമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ 2005 പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള നിലക്ക് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റാണ് അധികാരത്തിലുണ്ടായിരുന്നത്. അധികാരം കൈയാളാൻ ആവശ്യമായ രൂപത്തിലുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. വർഗീയ പാർട്ടിയായ BJPയെ അകറ്റി നിർത്താൻ രാജ്യമൊരു ജനാധിപത്യ പാർട്ടി തന്നെ ഭരിക്കണം എന്നുള്ള നിലയിൽ അന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ശക്തിയുള്ള കാലം ഇടതുപക്ഷത്തിൻ്റെ കൂടി പിന്തുണയുണ്ടായാൽ രാജ്യത്തെ ഭരണം കൈയാളാൻ കഴിയും എന്ന നില വന്നപ്പോൾ ഇടതുപക്ഷത്തോട് പിന്തുണക്കാൻ ആവശ്യപ്പെട്ടു. പിന്തുണക്കാൻ മാത്രമല്ല, മന്ത്രിസഭയിൽ അംഗമായി നിങ്ങൾ ചേരണം എന്ന ആവശ്യവും ഉന്നയിച്ചു. നിങ്ങൾ ചേരുമെങ്കിൽ 10-15 മന്ത്രിസ്ഥാനം ഞങ്ങൾ തരാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം ഭരണരംഗത്ത് നിങ്ങൾ കൂടി ഉണ്ടാകണം എന്നാണ് അന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അതിന് നേതൃത്വം നൽകുന്ന CPIM എന്ന് പ്രത്യേകിച്ച് അഭിപ്രായം പറഞ്ഞു. ഞങ്ങൾ ഭരണം കൈയാളാൻ നിങ്ങളൊന്നിച്ചില്ല, ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടത്തക്ക രൂപത്തിലുള്ള ഭരണ സംവിധാനം വന്നാൽ മാത്രമേ ഞങ്ങൾ ഭരണരംഗത്ത് നിൽക്കൂ. എന്നാൽ BJPയെ മാറ്റി നിർത്തി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പിന്തുണ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. സംഘാടക സമിതി ചെയർമാൻ RK പത്മനാഭൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 100 ദിവസം ഒരു തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കൂലി തൊഴിൽ, എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പറയുന്നത് 125 ദിവസം തൊഴിൽ. ആ തൊഴിലിന്റെ ശമ്പളം സംസ്ഥാന ഗവൺമെന്റുകൾ കൊടുക്കണം. സാധ്യമാവുന്ന ഒരു കാര്യമല്ല, അത് സാധ്യമാവുന്നതേ അല്ല. ഇപ്പോൾ തന്നെ കേരളത്തിൽ മാത്രമാണ് നല്ല നിലയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം കൊടുത്തുകൊണ്ട് അവർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുന്നത്. അവരുടെ തൊഴിൽ റോഡിന്റെ സൈഡ് കാനക്കീറൽ മാത്രമല്ല, കാർഷിക മേഖലയിൽ നന്നായി ഇടപെടാൻ, അത് കവുങ്ങ് കൃഷിയായാലും തെങ്ങ് കൃഷിയായാലും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. NREG യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KC പ്രസൂൽ സ്വാഗതം പറഞ്ഞു. നേതാക്കളായ KM ഷാജി, PK അഗസ്റ്റിൻ, PR സുലോചന തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും കേന്ദ്ര നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നതിനുമായി നടന്ന ഉപരോധത്തിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. 20 വർഷത്തോളം കാലം നീട്ടിപ്പോറ്റിയ ഒരു മഹത്തായ പദ്ധതിയെയാണ് കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിൽ പട്ടിണി ഇല്ലാണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് തൊഴിലുറപ്പ് പദ്ധതി നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഈ നാട്ടിലെ ഒരാൾക്കും സംശയമുണ്ടാവില്ല. 2005 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കാണ് 2026 കേന്ദ്ര സർക്കാർ അന്ത്യം കുറിച്ചിരിക്കുന്നത്. സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര RJ Gold ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ, മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ. 916 BIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി, മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം RJ Gold JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ.